തേജു ഓഫീസിൽ നിന്ന് നേരെ പോയത് ഉണ്ണിയുടെ അടുത്തേക്കാണ്. വീട്ടിലേക്ക് കയറിയതും അവളെ സിമിയും മരിയയും ഹിരണും ജീവിതയും പൊതിഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാവരും കൂടി കുറ്റിയും പറിച്ചാണല്ലോ വരവ്. അതേലോ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ രോഹിണി. ഓഹോ, അപ്പോ അമ്മയും അച്ഛനൊക്കെ ഉണ്ടോ? ഇതെന്താ എല്ലാരും കൂടെ? നീ അങ്ങോട്ട് വരുന്നില്ലല്ലോ, അപ്പോ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ശരി, അല്ല ഒന്നുമില്ലാതെ ഇങ്ങോട്ട് വരില്ലല്ലോ, എന്താ പ്രത്യേകിച്ച്? നല്ല കുട്ടി. ബുദ്ധുസേ, നിന്റെ പിറന്നാളാണ് നാളെ, മറന്നോ? നാളെയോ? എനിക്ക് ഓർമ്മയില്ല. ദയനീയതയോടെ അവൾ അമ്മയെ നോക്കി. രോഹിണി അവളെ തറപ്പിച്ചു നോക്കി. അതെങ്ങനെയാ ഓർമ്മയുണ്ടാവുക? പ്രതികാരം ചെയ്യാൻ നടക്കുകയല്ലേ അമ്മേ? അതെ, നിന്റെ അമ്മ തന്നെ. മോളെ, നിന്നെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. എടുത്തു ചാടി വന്നിരിക്കുന്നതൊരു ചുഴിയിലേക്കാണ്. നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. രോഹിണി കരയുമെന്നായി. അമ്മേ, അമ്മയ്ക്ക് ഞാൻ ജീവനോടെ ഉള്ളപ്പോ ഇങ്ങനെ വേദനിക്കുന്നു അല്ലേ? അപ്പോ നിധിയെ നഷ്ടപ്പെട്ടപ്പോ ആ അച്ഛന് എങ്ങനെയുണ്ടാവും? പാവം, ആ അച്ഛന് അവള് മാത്രമാണ് ഉണ്ടായിരുന്നത്. അമ്മയ്ക്ക് ഞാൻ നഷ്ടപ്പെട്ട അച്ഛനുണ്ട് ആശ്വസിപ്പിക്കാൻ. അങ്ങനെയില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? രോഹിണി മൗനയായി. ഇല്ല അല്ലേ? അതേപോലൊരു അവസ്ഥയിലായിരുന്നു അമ്മേ നിധയുടെ അച്ഛനും. മോൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. മോളെ, ഞാൻ നിന്റെ അച്ഛനാണ്. നീ ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ അവരുടെ ബലം നമ്മക്കില്ലടാ. അവര് മോളെ എന്തെങ്കിലും ചെയ്താലോ? നീ ആ പയ്യൻ ഇടിക്കുന്നത് ആരെങ്കിലും കണ്ടെങ്കിലോ? ആ വണ്ടി പിടിച്ചില്ലേ, അയാളല്ല ഓടിച്ചതെന്ന് തെളിഞ്ഞാലോ? ഞങ്ങൾക്കൊരു സ്വൈര്യവും ഉണ്ടായിരുന്നില്ല. ഉണ്ണി വിളിച്ചെല്ലാം പറഞ്ഞപ്പോ ഓടി ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. നമുക്കിതൊന്നും വേണ്ട മോളെ. തേജു ഇടം കണ്ണിട്ട് ഉണ്ണിയെ നോക്കി. അവിടെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ നിൽക്കുന്നു. നീ അവനെ നോക്കണ്ട തേജു. ഷടാ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ, എന്നിട്ട് എന്നെ തേജോവധം ചെയ്തോളൂ. അന്നത്തെ ആക്സിഡന്റ് നടക്കുമ്പോൾ എന്നെ സഹായിക്കാൻ ഒരു ചേട്ടനുണ്ടായിരുന്നു. പണ്ട് നിത ഒരു കേസിൽ ഒരു ചേട്ടനെ പുറത്തു കൊണ്ടുവന്നിരുന്നു. ആ ചേട്ടൻ പിന്നീട് കമ്പനിയിലെ ഡ്രൈവറായിരുന്നു. ആ ചേട്ടനാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞതുമല്ല. പിന്നെ ആൽവിന്റെ ശരീരത്തിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ആക്സിഡന്റ് കേസ് ആയില്ല. അങ്ങനെ എല്ലാത്തിന്നും ഒരു രക്ഷപ്പെടൽ ഉണ്ടാവോ മോളെ? എന്തെല്ലാം നോക്കണം. ഇനി ഇതിൽ അവർക്ക് നിന്നെ സംശയം തോന്നിയാലോ? സമ്മതിച്ചു, രക്ഷപ്പെടാൻ കഴിയില്ല. എന്നെ അവർ അറിയുമ്പോൾ ഒരിക്കലെങ്കിലും പിടിക്കപ്പെടും. ഈശ്വരനുണ്ടാവും അച്ഛാ, ആരെങ്കിലും ഉണ്ടാവും എന്നെ രക്ഷിക്കാൻ. എനിക്ക് നല്ല തലവേദന എടുക്കുന്നു, ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തേജു ഉള്ളിലേക്ക് പോയി. അങ്കിൾ, ഞാനുണ്ടാവും എന്നും അവൾക്ക് കൂട്ടായി ജിത്തു ചന്ദ്രുവിനോട് പറഞ്ഞു. അവന് യോജിപ്പായി ബാക്കി എല്ലാവരും ഒപ്പം നിന്നു. ചന്ദ്രു എല്ലാവരെയും നോക്കി മുറിയിലേക്ക് പോയി. തേജുവിന്റെ പിറന്നാളിന് കേക്ക് മുറിച്ച് സദ്യ ഒരുക്കി എല്ലാവരും ആഘോഷിച്ചു. അവളോട് അമ്പലത്തിലേക്ക് പോകാൻ പറഞ്ഞെങ്കിലും അവൾ പോയില്ല. ഞായറാഴ്ച ചന്ദ്രുവും രോഹിണിയും മടങ്ങി. ഗൗരവിനോട് ജീവിതയുടെ കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിലും സമയവും സാഹചര്യവും ഒത്തുവന്നില്ല. തേജു അച്ഛനും അമ്മയും പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്ന വിഷ്വൽസ് എല്ലാം ഒന്നുകൂടി നോക്കി. വിപിൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും എബ്രഹാമിന്റെ ക്യാബിനിലേക്ക് പോകുന്നു വരുന്നു. കുറച്ചുകൂടി വിശദമായി നോക്കിയപ്പോഴാണ് മനസ്സിലായത് എല്ലാം ഒരേ സമയത്താണ്, അതും ലഞ്ച് ടൈമിൽ. എന്തിനായിരിക്കും? അവൾ തല പുകഞ്ഞ് ആലോചിച്ചു. അപ്പോഴാണ് എല്ലാവരും കൂടെ മുറിയിലേക്ക് വന്നത്. തേജുവിന്റെ ആലോചന കണ്ടപ്പോൾ എന്താ എന്ന് ചോദിച്ചതിന് അവൾ ലാപ്ടോപ്പ് എടുത്ത് വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുത്തു. ജിത്തു കാര്യമായി നോക്കുന്നു, ബാക്കിയുള്ളവർ ആലോചിക്കുന്നു. തേജ, മാളേക്കൽ ബിൽഡേഴ്സ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും വൻ ടീംസ്. അപ്പോ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സും വലുതായിരിക്കും അല്ലേ? ചരൺ പറഞ്ഞു. തേജുവും ജിത്തുവും തലയാട്ടി. ശരി, അങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ചേ. നമ്മൾ കുന്നുമേൽക്കാരാണ് എന്ന് വിചാരിക്കേ. നമ്മൾ അപ്പനെയും മോളെയും കൊന്ന് അനിയന്റെ മോന്റെ കയ്യിൽ നിന്നും തന്ത്രപൂർവ്വം നമ്മുടെ പേരിലാക്കിയാൽ നമ്മുടെ ആസ്തി എന്താവും? ഇരട്ടിക്കും. സ്വാഭാവികം. അതേ ലോജിക്കാണ് ഇതിലുള്ളത്. അവർ എബ്രഹാം സാറിനോട് എന്തെങ്കിലും ടൈപ്പിന് വന്നിട്ടുണ്ടാവും. സർ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ടാവും. ദേഷ്യം വന്ന് നമ്മളെന്ത് വിചാരിക്കും? നശിപ്പിക്കാനല്ലേ നോക്കൂ. ഗൗരവ് ഏറ്റുപിടിച്ചു. തേജുവിന്റെ കണ്ണുകൾ കുറുകി. നീ എന്താ പറഞ്ഞു വരുന്നത്? കുന്നുമേൽ ജോർജ് കുട്ടി റബ്ബർ പ്ലാന്റർ ഇവിടെ വരുന്നു, പച്ച പിടിക്കാൻ ശ്രമിക്കുന്നു, എന്തുകൊണ്ടോ സാധിച്ചില്ല. പിന്നെ വളഞ്ഞ വഴി തെരഞ്ഞെടുക്കുന്നു. അതിൽ ഒരാൾ എതിർക്കുന്നു, അത് എബ്രഹാം സാറും. പുള്ളിയെ കൊടുക്കാൻ ഒരു വണ്ടി ചെക്ക് ഉണ്ടാക്കുന്നു, അതിൽ അയാൾ വിജയിക്കുന്നു. അയാൾ വീണ്ടും സാറിന്റെ അടുത്തേക്ക് വരുന്നു. അപ്പോഴാണ് നിത ചിക്കിച്ചകഞ്ഞ് കേസ് റീഓപ്പൺ ചെയ്യുന്നത്. അതിൽ വിജയിക്കുന്നു. അവൾ അവർക്കൊരു വെല്ലുവിളിയാകുന്നു. തീർക്കാൻ കൊട്ടേഷൻ കൊടുക്കുന്നു, അവർ തോറ്റുപോകുന്നു. പിന്നെ ഒരു തക്കം പാർത്ത് അവളെ കൊല്ലുന്നു. പിന്നെ എബ്രഹാം സർ. അങ്ങേര് മരിച്ചാലാണ് അനിയന്റെ മകന്റെ കയ്യിൽ നിന്ന് തന്ത്രപൂർവ്വം കൈക്കലക്കാൻ പറ്റൂ. അതിനായി സാറിനെ കൊല്ലാൻ ഏർപ്പാടാക്കുന്നു വിപിൻ വഴി. അവിടെ നമ്മൾ കാണുന്നത് ലഞ്ച് ടൈമിൽ വിപിൻ പോകുന്നു, അപ്പൊ തന്നെ പുറത്തേക്ക് വരുന്നു. അപ്പോ അവൻ ഫുഡിൽ എന്തെങ്കിലും കലർത്തുന്നുണ്ടായിരിക്കും. സ്ലോ പോയിസൺ. എബ്രഹാമിനെ കൊണ്ടുപോയത് ആസ്റ്ററിലേക്കല്ലേ? അവിടെ ആരാ ഉള്ളത്? വർഗീസ്. പോരെ, ഇപ്പൊ കണക്റ്റ് ആയോ?
ഗൗരവ് പറഞ്ഞു നിർത്തി. തേജു അവൻ പറഞ്ഞതൊന്നുകൂടി റീവൈൻഡ് ചെയ്തു നോക്കി. അപ്പോ സാറിനെയും കൊന്നു എന്നാണോ പറയുന്നത്? ആയിരിക്കാം, അവൻ പോകുന്ന സമയം. പിന്നെ മരിച്ചതൊക്കെ കൂട്ടി വായിച്ചാ എന്തോ എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. നീ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല. അവരൊക്കെ ജീവന്റെ വില എന്താണെന്നറിയണം, തേജു രൗദ്രതയോടെ പറഞ്ഞു. ഇനി എന്താ നിന്റെ പരിപാടി? അവൾ മുഖമുയർത്തി നോക്കി. ജിത്തു, നിന്നോട് പറഞ്ഞ കാര്യം എന്തായി? ആ, നോക്കി, ഡീറ്റെയിൽസ് കിട്ടി. വർഗീസ് ഡോക്ടർക്ക് ഒറ്റ പുത്രിയാണ്. ഈയിടയ്ക്കാണ് കല്യാണം കഴിഞ്ഞത്. ഇപ്പൊ പുള്ളിക്കാരി വീട്ടിലാണ്. എന്തോ സ്വരച്ചേർച്ചയില്ലായ്മ. അവളുടെ പേര് അഞ്ജലി. എന്താണ് സ്വരച്ചേർച്ചയ്ക്കുള്ള കാരണം? അതറിയില്ല തേജു. അതാണ് അറിയേണ്ടത്. നമുക്കൊന്നും വിട്ടുകളയാൻ പാടില്ല. ജിത്തു, ആ വക്കീലില്ലേ, അയാളെക്കുറിച്ചും ഒന്ന് അന്വേഷിച്ചേക്കോ. ശരി. അതും പറഞ്ഞ് ജിത്തു വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി. ചരണം ഗാങ്ങും അന്ന് വൈകുന്നേരത്തോടെ മടങ്ങി. അവരെല്ലാം പോയപ്പോൾ തേജുവിന് സങ്കടമായി. ജിത്തു അന്ന് വൈകുന്നേരം വന്നത് നല്ലൊരു വാർത്തയോടെയാണ്. അവന്റെ കയ്യിലുള്ള ഫോട്ടോയും അവനെയും തേജു മാറി മാറി നോക്കി. കണ്ണുകൾ തീക്ഷ്ണതയോടെ തിളങ്ങി. അടുത്ത ഇരയ്ക്കായി വലവിരിക്കാറായി. അല്പം ചീഞ്ഞേർപ്പാടാണ്. ജിത്തു, നീ ഇത് നന്നായി അന്വേഷിച്ചോ? ചെയ്തു തേജു. അതല്ലേ നിനക്ക് ഞാൻ തെളിവോടെ കാണിച്ചു തന്നത്. നാളെ ഇതൊരു ഹോട്ട് ന്യൂസ് ആക്കാം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നീ ഇപ്പം തന്നെ നിന്റെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞേക്ക്. ഈ ദിവസം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ദിവസമാണ്. വർഗീസ് ഡോക്ടറെ, നിനക്കുള്ള പണി ഒരുങ്ങിക്കഴിഞ്ഞു. എടിയേ കത്രീനെ, നീ എന്തെടുക്കുവാ? ഒന്ന് വന്നേ, എനിക്ക് ഹോസ്പിറ്റലിൽ പോവാറായി. അലറി വിളിച്ചുകൊണ്ട് വർഗീസ് ഹാളിലേക്ക് വന്നു. എന്തിനാ നിങ്ങളിങ്ങനെ ഒച്ചയെടുക്കുന്നേ? എനിക്ക് ചെവിക്ക് യാതൊരു കുഴപ്പമില്ല. എന്താ വേണ്ടത്? ഭക്ഷണം എടുത്ത് വയ്ക്ക്. എനിക്കിന്നൊരു ഓപ്പറേഷനുള്ള ദിവസമാണ്. നമ്മുടെ മോളെവിടെ? അവൾ താഴേക്ക് വന്നിട്ടില്ല. സാധാരണ ഈ നേരം ആകുമ്പോഴേക്കും വരേണ്ടതാണ്. ഉറക്കായിരിക്കും. നാളെ മരുമോന്റെ വീട്ടിലേക്ക് വിളിക്കണം. അവൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. അവനൊട്ട് അവളെ വിളിക്കുന്നുമില്ല. ഇവളും വിട്ടുകൊടുക്കുന്നില്ല. എന്തായാലും ഇന്നത്തോടെ ഒരു തീരുമാനം എടുക്കണം. നമ്മുടെ മോളുടെ ജീവിതമാണ്. നിങ്ങൾ സംസാരിക്ക്. ഇവർ തമ്മിൽ പ്രശ്നം എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഇടി, എന്റെ ഫോൺ അടിക്കുന്നു, നീ എടുത്തോണ്ട് വന്നേ. കത്രീന പോയി ഫോൺ എടുത്ത് അയാൾക്ക് കൊടുത്തു. ഫോണിലേക്കൊന്ന് നോക്കി അയാൾ എടുത്തു. അപ്പുറത്തു നിന്നും കേട്ട വാർത്ത അറിഞ്ഞതും അയാളുടെ കണ്ണുമിഴിഞ്ഞു. വർഗീസ് പല്ലെറിമിക്കൊണ്ട് കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് തട്ടിത്തെറിപ്പിച്ചു. ആ ശബ്ദം കേട്ടാണ് കത്രീന അടുക്കളയിൽ നിന്നും ഓടി വന്നത്. ഡൈനിങ് ടേബിളിൽ നിന്നും ഭക്ഷണവും പ്ലേറ്റുമെല്ലാം ചിന്നിച്ചെതറി കിടക്കുന്നു. കത്രീന നോക്കുമ്പോൾ വർഗീസ് സർവവും നശിപ്പിക്കാനുള്ള പോലെ നിൽക്കുന്നു. നിങ്ങൾക്ക് എന്നാ പറ്റി മനുഷ്യ? ഞാൻ വന്നിട്ട് പറയാം. നീ കാറിന്റെ കീ എടുത്തോണ്ട് വാ. കത്രീന ഒന്നും പറയാതെ കീ എടുത്തോണ്ട് വന്നു. കാറ്റുപോലെ വർഗീസ് വണ്ടിയെടുത്തു പോയി. പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ വർഗീസിന് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ തോന്നി. വർഗീസ് ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ ഒരു മൂലയിൽ അഞ്ജലിയും കൂടെ വിപിനും ഉണ്ടായിരുന്നു. വർഗീസ് നോക്കിയപ്പോൾ വക്കീലും ഉണ്ടായിരുന്നു. രണ്ടച്ഛന്മാരും തോറ്റുപോയ പോലെ തോന്നി. വർഗീസ് വന്നപ്പോൾ വക്കീൽ അയാളുടെ അടുത്തേക്ക് വന്നു. എന്താ വക്കീല കാര്യം? വക്കീൽ വിപിനെ നോക്കി. എസ് ഐ സാർ അവരെയും വിളിച്ച് ഉള്ളിലേക്ക് പോയി. സമൂഹത്തിൽ ഉന്നതരായ ആൾക്കാർക്ക് എന്തു പറ്റി? മക്കളെ വഴിതെറ്റുന്നത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? എസ് ഐ പരിഹസിച്ചു. രണ്ടുപേർക്കും തൊലിയുരിഞ്ഞു. രാത്രി ഹോട്ടലിൽ നിന്നും ഉടുതുണിയില്ലാതെയാണ് രണ്ടിനെയും പിടിച്ചത്. രണ്ടും ഫുൾ ഫിറ്റ്. കൂടെ വേറൊരു പയ്യനും ഉണ്ടായിരുന്നു. അവൻ രക്ഷപ്പെട്ടു. അവനെ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. വക്കീലിന് നിയമമൊക്കെ അറിയാമല്ലോ. കേസാക്കാതെ നിവൃത്തിയില്ല. കാരണം ന്യൂസ് ലീക്കായിരിക്കുന്നു. അതും ഫോട്ടോ സഹിതം. ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി കുറച്ചു കഴിഞ്ഞ് കോടതി കൊണ്ടുപോയാൽ അവിടെ നടക്കാം. പിഴ അടയ്ക്കേണ്ടി വരും. നിങ്ങൾക്ക് അറിയാത്തൊന്നും അല്ലല്ലോ. വക്കീലിന്റെ തല താണു. എസ് ഐ വർഗീസിനെ നോക്കി. മകളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? വർഗീസ് തല താഴ്ത്തി. അയാളുടെ വിരലുകൾ കസേരയുടെ പിടിയിൽ മുറുകി. നിങ്ങളൊരു കാര്യം ചെയ്യും. സംഭവം ഒരു ചാനലിലും വന്നിട്ടില്ല. ആരോ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവനെ പൊക്കിക്കോ. അപ്പോ നിങ്ങൾക്ക് മാനം പോവില്ല. ഇല്ലെങ്കിൽ അറിയാലോ, ഇവിടെ ഒരാൾക്ക് ന്യൂസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എസ് ഐ രണ്ടുപേർക്കും ഒരു ക്ലാസ് തന്നെ എടുത്തു കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് അവരെ കോടതിയിൽ ഹാജരാക്കി. വക്കീല് തന്നെ പുറത്തു കൊണ്ടുവന്നു. അഞ്ജലിക്ക് യാതൊരു കൂസലുമുണ്ടായിരുന്നില്ല. വിപിൻ അച്ഛനെ ഫേസ് ചെയ്യാൻ നാണക്കേടായി തല താഴ്ത്തി നിന്നു. മുരളി, വീട്ടിൽ നിന്റെ ഭാര്യയോട് എന്റെ വീട്ടിലേക്ക് വരാൻ പറ. ഞാൻ ആ റിപ്പോർട്ടറെ തപ്പട്ടെ. വർഗീസിന് റിപ്പോർട്ടറെ കിട്ടിയില്ല. അപ്പോഴേക്കും ന്യൂസ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. മുരളിയുടെ ഫോണും വർഗീസിന്റെ ഫോണും മാറി മാറി അടിച്ചു. രണ്ടുപേരും എടുക്കാൻ പോയില്ല. മക്കളെയും വിളിച്ച് വർഗീസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ജോണിന്റെ കുടുംബമുണ്ടായിരുന്നു. ജോൺ അഞ്ജലിയുടെ ഭർത്താവാണ്. കല്യാണം കഴിഞ്ഞ് വെറും 4 മാസമേ ആകുന്നുള്ളൂ. ജോൺ മുംബൈയിലാണ്. അവൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അവന്റെ അച്ഛനായ ജേക്കബും അമ്മയായ ആശയുമാണ് എത്തിയിരിക്കുന്നത്. വക്കീലിന്റെ ഭാര്യയും കത്രീനയും ചേർന്ന് മക്കളെ തലങ്ങും വിലങ്ങും തല്ലി. വർഗീസിന് ജേക്കബിന്റെ മുഖത്ത് നോക്കാൻ പോലും നാണക്കേടായി. അഞ്ജലിയും വിപിനും ഒരു മൂലയിൽ പോയി നിന്നു. കത്രീനയും ലക്ഷ്മിയും
തലയിൽ കൈവച്ചിരുന്നു. വക്കീലിന്റെ ഭാര്യയാണ് ലക്ഷ്മി. രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകിക്കൊണ്ടേയിരുന്നു. എന്ത് മഹാപാപം ചെയ്തോ എന്റെ കർത്താവെ ഇങ്ങനെ അനുഭവിക്കാൻ? കത്രീന പദം പറഞ്ഞു തുടങ്ങി. വർഗീസേ, അപ്പോഴെങ്ങനെയാ കാര്യങ്ങള്? ഞങ്ങൾക്ക് കുറച്ചെങ്കിലും അഭിമാനമുണ്ട്. ഇപ്പൊ തന്നെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ജോൺ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ബന്ധം അവസാനിപ്പിക്കുകയാണ് നല്ലത്. ഒരു 7 മാസം കൂടെ കഴിഞ്ഞാൽ ഡിവോഴ്സിന് കൊടുക്കാം. അതുവരെ ഒരു ബന്ധവും പറഞ്ഞ് തന്റെ മകൾ ഞങ്ങളുടെ വീട്ടുപടിക്ക് വരരുത്. ഞങ്ങളുടെ മകനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാനൊന്ന് ചോദിക്കട്ടെ, മകളുടെ ഇഷ്ടമില്ലാതെയാണോ കല്യാണം ഒരുക്കിയത്? എന്റെ കുഞ്ഞിന്റെ ഭാവി എന്തിനാണ് നശിപ്പിച്ചത്? ജേക്കബ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും വർഗീസിന് ഉത്തരമുണ്ടായിരുന്നില്ല. മകളുടെ പോക്ക് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചത്. കല്യാണം കഴിഞ്ഞാലെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുമല്ലോ എന്ന് കരുതി. ഇതിപ്പോ കുടുംബത്തിന്റെ മാനം തന്നെ ഒഴുക്കിക്കളഞ്ഞില്ലേ? വർഗീസിന് തന്റെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. മുരളി വക്കീൽ പിന്നെ മകനെ തല്ലാൻ കഴിയാത്ത ദേഷ്യത്തിൽ ഇരിക്കുകയായിരുന്നു. ജേക്കബ് കാര്യം പറഞ്ഞുപോയി. വീട്ടിൽ വക്കീലും ഡോക്ടറും മാത്രമായി. മുരളി എന്താ ചെയ്യേണ്ടത്? മുരളി മൗനമായി തന്നെ തുടർന്നു. മുരളി എഴുന്നേറ്റ് വിപിന്റെ അടുത്ത് വന്നു നിന്നു. നിന്നോട് ഒരിക്കൽ പറഞ്ഞതാണ് നിന്റെ പോക്ക് ശരിയല്ല എന്ന്. നിനക്ക് പുച്ഛമായിരുന്നില്ലേ? ഇപ്പോഴെന്തായി? മാനവും പോയി, എല്ലാം പോയി. നിന്റെ ഫോൺ തുറന്നു നോക്ക്. രണ്ടിന്റെയും ലീലാവിലാസങ്ങളാണ് വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത്. നിന്നോട് മാന്യമായ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിരുന്നു. അതുപോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. അച്ഛൻ എന്തറിഞ്ഞിട്ടാണ് എന്നോട് ചൂടാവുന്നത്? അച്ഛൻ പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്തു, ആർക്കും ഒരു സംശയം കൂടാതെ തന്നെ. ആ കമ്പനി പോവാൻ പറഞ്ഞു, പോയി. നിതയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തന്നതല്ലേ? പിന്നെ അവളുടെ അപ്പന് ഫുഡിൽ പോയിസൺ കൊടുക്കാൻ പറഞ്ഞതും ചെയ്തില്ലേ? പിന്നെ എന്താണ് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞത്? ഞാൻ അന്ന് പറഞ്ഞതല്ലേ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന്? കെട്ടുകഴിഞ്ഞ പെണ്ണിനെ തന്നെ വേണമായിരുന്നോ? ഇവളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പേ പറഞ്ഞതാണ്. അപ്പോ നിങ്ങൾക്ക് ആ പെണ്ണിനെ കൊല്ലാൻ നടക്കുകയായിരുന്നില്ലേ? എല്ലാവരും കൂടെ ഇവളെ കെട്ടിച്ചു കൊടുത്തു. അവൾക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ല, അവള് വന്നു. നീ മാന്യമായി പറയണമായിരുന്നു. നീ പറഞ്ഞോ ഇഷ്ടമാണെന്ന്? ഇഷ്ടമാണെന്ന് പറഞ്ഞു, അല്ലാതെ ആരാണ് ആ പെൺകുട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ. വിപിനും മുരളിയും വാക്പോരായി. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്ന് മനസ്സിലാക്കി എല്ലാവരും ചേർന്ന് അവരെ പിന്തിരിപ്പിച്ചു. ആരെതിർത്താലും ഇവളിനി എന്റെ കൂടെ ഉണ്ടാവും, അത് മറക്കണ്ട. വിപിൻ അവളെയും വിളിച്ച് പുറത്തേക്ക് പോയി. വർഗീസും മുരളിയും മുഖത്തോട് മുഖം നോക്കി. ഓഫീസിലെത്തിയ തേജു അന്ന് പെൻഡിംഗ് ഉണ്ടായിരുന്ന ജോലിയെല്ലാം തീർക്കാൻ നോക്കി. അവളുടെ ഫോണിലേക്ക് ഒരു ഫോട്ടോ വന്നു. അവൾ അത് ഓപ്പണാക്കി നോക്കി. ചുണ്ടിലൊരു ഇളം ചിരിയോടെ തംസപ്പ് എന്ന് മറുപടി അയച്ചു. അവൾ ജോലിയിൽ വ്യാപൃതയായി. റിജു ജിൻഡോയെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് വന്ന സമയത്താണ് തേജു ഒരു ചെക്കിൽ സൈൻ വാങ്ങാനായി ക്യാബിനിലേക്ക് വന്നത്. അവൾ അനുവാദം ചോദിച്ചു കയറി. ജിൻഡോ സീറ്റിലിരിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് റിജുവും. റിജുവിനെ നോക്കാതെ അവൾ ചെക്ക് സൈൻ ഇടാൻ കൊടുത്തു. അവിടെ സൈൻ ചെയ്തിട്ട് തേജുവിനോട് ഇരിക്കാൻ പറഞ്ഞു. വേണ്ട സർ, എനിക്ക് പണിയുണ്ട്. തേജു ഇരിക്ക്, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സർ, പറഞ്ഞോളൂ. അത് അന്ന് ഒരു കാര്യം പറയാൻ. തേജുവിന്റെ നെറ്റി ചുളിഞ്ഞു. എന്ത് കാര്യം? തേജു അന്ന് അത് റിജു അറിയാതെ. സാറിന് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ജിൻഡോയെ പറയാൻ അനുവദിക്കാതെ ഇടയിൽ കയറി തേജു പറഞ്ഞു. അവളുടെ ഗൗരവത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ പറയാനുള്ള കാര്യം തൊണ്ടക്കുഴിയിൽ തന്നെ കുരുങ്ങിക്കടന്നു. അവൻ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോകുന്നു. അവൾ വെട്ടിത്തിരിഞ്ഞു നടന്നു. റിജുവും ജിൻഡോയും അവൾ പോയ വഴി നോക്കിയിരുന്നു. ഡാ റിജു, ഇത് ആറ്റം ബോംബിന്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു. പൊട്ടിത്തെറിക്കാത്തത് ഭാഗ്യം. നിതയെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനെങ്കിലും സമയം തന്നിരുന്നു. ഇത് അതിനു പോലും ഇടവെക്കുന്നില്ലല്ലോ. നീ കഷ്ടപ്പെടും. റിജു ഒന്നും മിണ്ടിയില്ല. ഡാ റിജു, നിനക്കെന്താ പറ്റിയത്? അറിയില്ലടാ. അവളുടെ ഉള്ളിൽ നിതയാണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. തേജുവിന്റെ പ്രസൻസ് ഞാനിപ്പോ നല്ലോണം ആഗ്രഹിക്കുന്നു. എന്നുവെച്ചാ എനിക്കറിയില്ലടാ അതിനെ എന്താ വിളിക്കാന്ന്. അത് തന്നെ. എന്തു പ്രേമം? പോടാ, നീ പോടാ. ഇങ്ങനെ പറയാണേ അതിന് ഇങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ. പക്ഷേടാ, എനിക്ക് അവളോട് ക്ഷമ ചോദിക്കണം. അന്ന് ഞാൻ അവളോട് മോശമായിട്ട് പെരുമാറി. നോക്കാം. എടാ, അവളുടെ കൂട്ടുകാർ വന്നില്ലേ, അതിലൊരുത്തൻ അവളോട് ചായവുണ്ടോ എന്നൊരു സംശയം. ആർക്ക്? ഗൗരവനോ? അല്ലടാ, ആദിക്ക്. അവന്റെ നോട്ടം അതത്രയ്ക്ക് പന്തിയല്ല. നമുക്ക് നോക്കാം ഇവളുടെ മനസ്സിലാരെങ്കിലും ഉണ്ടോന്ന്. അല്ല, വക്കീലിൽ നിന്ന് കോടതി പോണ്ടേ? പോണം. പോകുന്ന വഴിക്ക് നിന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഉവ്വ, ഞാൻ വിശ്വസിച്ചു. സത്യമായിട്ടും? ഇറങ്ങിപ്പോടാ കള്ള വക്കീലെ. ജിൻഡോ നല്ലോണം ആട്ടിവിട്ടു. അവൻ നല്ലൊരു ഇളിയിളിച്ച് പുറത്തേക്ക് പോയി. പോകുന്ന വഴിക്ക് അവൻ തേജുവിനെ നോക്കാൻ മറന്നില്ല. തേജു തിരക്കിട്ട പണിയിലുമായിരുന്നു. റിജു വണ്ടിയിൽ കയറി ഫോണെടുത്തു. ഗാലറി തുറന്ന് നിതയുടെ ഫോട്ടോ എടുത്തു നോക്കി. അറിയില്ല നിത, തേജു എനിക്കിപ്പോൾ ആരാണെന്ന്. ഒരു വേള നീ ഉള്ളതുകൊണ്ടാവും എനിക്ക് അവളെ കാണുമ്പോഴും അവൾ കൂടെ നിൽക്കുമ്പോഴും എനിക്ക് നിന്റെ പ്രസൻസ് ആണ് ഫീൽ ചെയ്യുന്നത്.
അവൻ ഒന്നുകൂടെ നോക്കിയിട്ട് വണ്ടി നേരെ കോടതിയിലേക്ക് വിട്ടു. വിപിൻ വിരളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അഞ്ജലി കട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പ്രത്യേകിച്ച് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. നീ കുറെ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട്. എന്താ നിന്റെ പ്രശ്നം? അഞ്ജു, നിനക്കറിയില്ലേ എന്റെ അച്ഛനെക്കുറിച്ച്? അങ്ങേരുടെ മനസ്സിൽ എന്താണാവോ ഓടിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് നല്ല പേടിയുണ്ട്. നീ അങ്ങേരുടെ വാദിക്കൽ കേട്ടിട്ടില്ലല്ലോ? അച്ഛൻ ഒരാളുടെ മുന്നിലേ തോറ്റിട്ടുള്ളൂ, നിതയുടെ മുന്നിൽ. അതിന്റെ ദേഷ്യത്തിനാണ് ആ ജോർജ് അങ്കിളിനെയും നിന്റെ അച്ഛനെയും പിരികേറ്റിയത്. ആൽവിനെ വെച്ച് കളിച്ചത്. അവളെ തലക്കടിച്ച് കൊല്ലണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ മരിക്കുകയും ചെയ്തു. പക്ഷേ അച്ഛനെന്തോ അവളുടെ കുടുംബം മുഴുവൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനെന്നെ കരുവാക്കി. നിതയുടെ കസിൻ എന്റെ കോളേജിലായിരുന്നു പഠിച്ചത്. അവനുമായിട്ട് നല്ല കൂട്ടായിരുന്നു. അത് അച്ഛനറിയാം. എന്നിട്ട് എന്നെ കൊണ്ട് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങേരും നിന്റെ അച്ഛനും കൂടി എന്തോ ഒരു മരുന്ന് ദിവസവും തരും. സ്ലോ പോയ്സൺ. പ്രത്യക്ഷത്തിൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാൻ എന്നും കൊടുക്കും. ഒരു ദിവസം നിതയുടെ അപ്പം മരിച്ചില്ലേ, അത് നോക്കിയത് നിന്റെ അച്ഛനായിരുന്നു. ഇവരുടെ ബിസിനസ് പക പോക്കിയത് എന്നെ കരുവാക്കിക്കൊണ്ട്. ഞാനിത് കണ്ടുപിടിച്ചത് വളരെ വൈകിയാണ്. അവൻ കുമ്പസാരം ചെയ്യുന്ന പോലെ എല്ലാം അഞ്ജലിയോട് പറഞ്ഞു. അഞ്ജലി എല്ലാം മൂളി കേട്ടു. അഞ്ജു, നിന്റെ അപ്പനും എന്റെ അച്ഛനും ദേഷ്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് വേറെ എവിടേക്കെങ്കിലും രക്ഷപ്പെടാം. നമുക്ക് എത്ര കാലം ഇങ്ങനെ ഒളിവിൽ ജീവിക്കാൻ പറ്റും വിപി? എന്തായാലും എന്നെ നിർബന്ധിച്ചാണ് കല്യാണം കഴിപ്പിച്ചത്. കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ അങ്ങേരുടെ കൂടെ പോയില്ലല്ലോ. നിന്റെ കൂടെയല്ല ഇരുന്നത്. അത് അങ്ങേർക്കും അറിയാം. അതാണ് ഒറ്റയ്ക്ക് താമസിച്ചത്. ഞാൻ പിന്നെ വീട്ടിലേക്കും വന്നത്. കഴിഞ്ഞ 2 ആഴ്ചയെ നിന്നെ കണ്ടില്ലല്ലോ, അതല്ലേ വന്നത്. അപ്പോൾ നിനക്കല്ല മുട്ടി നിന്നതും നമ്മൾ ഒരുമിച്ച് സ്യൂട്ട് റൂം ബുക്ക് ചെയ്തതൊക്കെ. അതൊക്കെ ശരിയാണ്, സമ്മതിച്ചു. നിന്നെ വിട്ടുകളയാൻ തോന്നിയില്ല. അതാണ് നിന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് ദിവസമായിട്ട് അച്ഛൻ എന്തോ ഒരു ടെൻഡറിനെ കുറിച്ച് പറയുന്നു. മാളിയേക്കൽ ഓഫീസിൽ നിന്നും ടെൻഡർ കൈക്കലാക്കാൻ ഞാൻ പഠിച്ച പണി 18 നോക്കി. ഒരു പുതിയ പെണ്ണ് വന്ന് ചാടിയിട്ടുണ്ട്. അവളാണ് ഇതെല്ലാം നോക്കുന്നത്. അവളുടെ കയ്യിൽ നിന്ന് ഒരു കാര്യം അറിയണമെങ്കിൽ തപസ്സിരിക്കണം. അത്രയും ബുദ്ധിമുട്ടാണ്. ഭ്രാന്ത് പിടിച്ചിട്ടാണ് നിന്നെ വിളിച്ചതും ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതും. അഞ്ജുവിന്റെ മുഖഭാവം പെട്ടെന്ന് മാറി. ആരാ ആ പെണ്ണ്? ഏതു പെണ്ണ്? മാളിയേക്കൽ ജോയിൻ ചെയ്തത്. ഓ, അവള് തേജസ്വിനി. അപാര ടാലന്റാണ്. അഞ്ജു അവന്റെ കൈ പിടിച്ച് തിരിപ്പിച്ചു. ഓ, അവളുടെ പിന്നാലെ എങ്ങനെ പോയാൽ നിന്നെ ഞാൻ കൊല്ലും. പറഞ്ഞില്ലാന്ന് വേണ്ട. നീ ടെൻസ്ഡ് ആവല്ലേ? ഞാൻ അങ്ങനെ പോവോ? ഒന്നില്ലേലും നമ്മളിങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയില്ലേ. അഞ്ജു ഒന്ന് ഇരുത്തി മൂളി. അവൻ അവളെ തന്നെ കുറച്ചു നേരം നോക്കിയിരുന്നു. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഇന്നലെ നല്ല ഫിറ്റായിരുന്നതുകൊണ്ട്. അതുകൊണ്ട്? വിപിൻ അവളുടെ ചുണ്ടുകളിൽ വിരലോടിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു. അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചു. അവന്റെ നെഞ്ചിൽ അവൾ കിടന്നുറങ്ങി. വിപിൻ അപ്പോഴും മേലോട്ട് നോക്കിയിരുന്നു. ഈ മാരണത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ നോക്കിയതായിരുന്നു. എന്റെ പെടലിക്ക് തന്നെ പിടിച്ചു. കുഴപ്പമില്ല, മെല്ലെ മാറ്റാം. അവൻ അവളെ നോക്കി വന്യമായി ചിരിച്ചു. വിപിൻ ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചു. അച്ഛാ സോറി. നിനക്ക് അവളെ ഇനിയും കളയാറായില്ലേ? എത്ര തവണ പറഞ്ഞു സൂക്ഷിക്കണമെന്ന്. ഇതിപ്പോ വയ്യാവേലി ആയിരിക്കുകയാണല്ലോ. അവളുണ്ടോ അടുത്ത്? ഉണ്ട്, ഉറങ്ങാണ്. അച്ഛാ, ഒരിക്കലും ആ ഹോട്ടലിൽ പോലീസ് വരില്ല. അതുറപ്പാണ്. ആരോ നമ്മുടെ പിന്നിലുണ്ട്. നീ പേടിക്കണ്ട, ഞാൻ അന്വേഷിക്കാം. പിന്നെ എത്രയും പെട്ടെന്ന് നീ ആ ടെൻഡർ കൈക്കലാക്കണം. എന്നിട്ട് വേണം ആ കമ്പനി മുഴുവൻ ജോർജ് കുട്ടിയുടെ പേരിലാക്കാം, ബിനാമിയായിട്ട്. മേജർ ഷെയറെല്ലാം നമുക്ക് വേണം. അതിന്റെ ആസ്തിയൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അപ്പോൾ നീ ആ ടെൻഡറിന്റെ കാര്യം നോക്ക്. അത് കഴിഞ്ഞ് അവളെ വല്ല സ്ഥലത്തും കൊണ്ടാക്ക്. മനസ്സിലായോ? മുരളി ചോദിച്ചു. മനസ്സിലായി. അല്ല, നിന്റെ കൂടെ ഒരുത്തനുണ്ടാവുമല്ലോ. അവൻ കിടപ്പായില്ലേ? പിന്നെ ഒരുത്തനും കൂടി വന്നല്ലോ, അവന്റെ അനിയൻ. അവൻ മുങ്ങി. അവനെ സൂക്ഷിച്ചോ. നിന്നെക്കാളും കാഞ്ഞ ബുദ്ധിയാണ്. ജോർജ് കുട്ടിയുടെ ബുദ്ധിയേക്കാളും ചെറുക്കന് ബുദ്ധിയുണ്ട്. എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോ. പിന്നെ ആ അഞ്ജലിക്ക് അറിയുമോ നിന്റെ കൂടെ എബിൻ ഉണ്ടായിരുന്നു എന്ന്? ഇല്ല, അവൾക്ക് ആൽവിൻ ഉണ്ടായിരുന്നതേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അല്ലേ എബിൻ. അവൾക്ക് ഞങ്ങൾ കുറച്ച് മയങ്ങാനുള്ള മരുന്ന് കൊടുക്കും. അത് കുടിക്കും. അതിനുശേഷമാണ് ആൽവിൻ വരിക. പിന്നെ അവൻ നോക്കും അവളെ. നിങ്ങളുടെ കളികളൊന്നും അവൾ അറിയണ്ട. അവൾക്ക് കുറച്ച് ശൗര്യം കൂടുതലാണ്. അറിയാം, നോക്കിയേ കളിക്കൂ. ശരി, നാളെ ഓഫീസിലേക്ക് പോകാൻ നോക്ക്. ശരി അച്ഛാ. അവൻ ഫോൺ വെച്ചുകൊണ്ട് അവളെ നോക്കി കിടന്നു. ഇതൊന്നും അറിയാതെ അഞ്ജലി അവനോട് ചേർന്ന് കടന്നു. ടെൻഡറിന്റെ കാര്യം കുറച്ചുകൂടി പ്രൊഫഷണൽ ആക്കിക്കൊണ്ട് തേജു ജിൻഡോയ്ക്ക് മെയിൽ അയച്ചു. PDF-കളെല്ലാം തന്നെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കി. വിപിന്റെ മേലൊരു കണ്ണുള്ളതിനാൽ തന്നെ അവൾ ബാക്കി എല്ലാവർക്കും വേറൊരു ടെൻഡറാണ് കാണിച്ചു കൊടുത്തത്. അലക്സിനും ജിൻഡോയ്ക്കും മാത്രമായി അവൾ ആ PDF അയച്ചു കൊടുത്തു. ടെൻഡർ വിളിക്കുന്ന സ്ഥലത്ത് ജിത്തു ഉണ്ടായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ജോർജ് കുട്ടി വന്നത്. ടെൻഡർ വിളി ആദ്യം അലക്സാണ് തുടങ്ങിയത്. പുറകെ തന്നെ ജോർജും ഉണ്ടായിരുന്നു. ആരും അറിയാതെ മുരളിയും വിപിനും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അലക്സിന് അനുകൂലമായിരുന്നു, പിന്നീട് ജോർജ് കുട്ടിക്കും. അവസാനം തേജു അയച്ച ടെൻഡർ തന്നെ വിജയിച്ചു. ടെൻഡർ അലക്സിന് കിട്ടി. വിപിന്റെ മുഖം ആകെ വിളറി വെളുത്തു.
മുരളി ഒരു കത്തുന്ന നോട്ടം നോക്കി. അലക്സ് പിന്നെ പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് വാങ്ങിച്ചു. അലക്സ് ഓഫീസിൽ വന്ന് തേജുവിനെയാണ് തെരഞ്ഞത്. അവളെ കണ്ടപ്പോ അടുത്തേക്ക് വിളിച്ചു. അവൾ അടുത്തുപോയി നിന്നു. അവളെയും വലിച്ച് എബ്രഹാം സാറിന്റെ ക്യാബിനിലേക്ക് കയറി. ആരും കയറാതിരിക്കാൻ വേണ്ടി അലക്സ് അവിടെ പൂട്ടിയിട്ടിരുന്നു. എബ്രഹാമിന്റെ ഒരു വലിയ ഛായാചിത്രം അവിടെ ഉണ്ടായിരുന്നു. ചേട്ടായി, നമുക്ക് കിട്ടിയ ടെൻഡർ. വളരെ കാലമായി നമുക്ക് തലവേദനയായിരുന്ന ജോർജിനെ തോൽപ്പിച്ചു കിട്ടി. ദേ, നമ്മുടെ കുഞ്ഞാണ് ഇതിനെല്ലാം കാരണം. സന്തോഷായോ? അലക്സിന്റെ കണ്ണിൽ നിന്നും കണ്ണീർ പൊഴിഞ്ഞു. തേജു ഒന്നും മിണ്ടാതെ ആ ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ ചുവരിൽ നിന്നും മാറി മുറിയാകമാനം ഓടി നടന്നു. അവൾ ഒന്നും മിണ്ടാതെ മേശവലിപ്പ് തുറന്നു നോക്കി. പിന്നീടെല്ലാം അരിച്ചു പെറുക്കി. ബിസിനസ്സിൽ അഗ്രഗണ്യനായ എബ്രഹാമിന് സ്വന്തം ക്യാബിൻ സംരക്ഷിക്കാൻ അറിയാം. അപ്പോ ഈ ക്യാബിനിൽ എവിടെയെങ്കിലും ഒരു ഹിഡൻ ക്യാമറ ഉണ്ടാവും. അവൾ അവിടെയെല്ലാം അരിച്ചു പെറുക്കി. അവസാനം അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി. അതിൽ എബ്രഹാമിന്റെ കണ്ണിന് ഒരു പ്രത്യേകത തോന്നി. അവൾ ആ ഫോട്ടോ ഒന്ന് ചെരിച്ചു നോക്കി. എബ്രഹാമിന്റെ കണ്ണിലൂടെ ഒരു ഹിഡൻ ക്യാമറ ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു. അവൾ അതെടുത്തു നോക്കി. ചാർജ് ഇല്ലെങ്കിലും അവൾ അത് ചാർജ് ചെയ്തു നോക്കി. അവൾ അവളുടെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് ആ ക്യാമറ കണക്ട് ചെയ്തു. അലക്സ് എല്ലാം കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. അവൾ അതിൽ ഓരോന്നും പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു. അലക്സിന്റെ കണ്ണുകൾ വിടർന്നു. ചേട്ടായിക്ക് ഭക്ഷണത്തിൽ എന്തോ ഒന്ന് കലക്കുന്നു. വിപിൻ തുടരെ എല്ലാ ദിവസങ്ങളിലും ഇത് തന്നെ തുടരുന്നു. അലക്സിന് ദേഷ്യം വരാൻ തുടങ്ങി. അവനെ ഞാൻ കൊല്ലും. എന്റെ ചേട്ടായിയെ കൊല്ലുകയാണല്ലേ ചെയ്തത്, മഹാപാപികൾ. സാർ, തേജു വിളിച്ചപ്പോൾ അലക്സ് അവളെ നോക്കി. അങ്ങനെ ക്യാമറ വെച്ച ആൾക്ക് ഇവൻ ചെയ്യുന്നത് കാണാൻ പറ്റിയില്ലേ? അലക്സ് അപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ശരിയാണ്, ചേട്ടായിക്ക് അറിയാമെങ്കിൽ എന്തിനിതിന് കൂട്ടുനിന്നു? അവൾ ആ ചിത്രത്തിലേക്ക് തന്നെ വീണ്ടും നോക്കി. അവൾ ആ ഫോട്ടോയുടെ പിന്നിലേക്ക് കൈവച്ചു. അതിൽ ഒരു കുഞ്ഞറ ഉണ്ടായിരുന്നു. അതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു ഫയൽ കിട്ടി. കുറെ സ്കാനിംഗ് എല്ലാമുള്ള റിപ്പോർട്ട്സ്, കൂടെ ഒരെഴുത്തും. അവൾ അതെടുത്ത് അലക്സിന് കൊടുത്തു. അദ്ദേഹം അത് തുറന്നു വായിച്ചു. പ്രിയപ്പെട്ട അലക്സിന്, കുഞ്ഞേ, നിനക്കിത് കൈ കിട്ടുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഇതെടുത്തു തരുന്ന ആൾ നമുക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും. നമ്മുടെ നിതയെ കണ്ടോ നീ? ഞാൻ കണ്ടിരുന്നു. ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ പോയിരുന്നു. ഇനി നിനക്കായി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മുടെ കുഞ്ഞിനെ കൊന്നതാടാ. അവളെ നോക്കിയ ഒരു സന്തോഷ് ഡോക്ടർ പറഞ്ഞു. നമ്മുടെ മോളെ ആരും ഇരുമ്പ് വടിയാൽ അടിച്ചത് കൊണ്ടുണ്ടായതാണ് തലച്ചോറിന്റെ പ്രവർത്തനം നിന്നുപോയത്. പൊന്നുപോലെ നോക്കിയതല്ലേ അവളെ ഞാൻ. ആ ജോർജ് കുട്ടിയായിരിക്കും. അവനാണ് നമ്മളോട് ശത്രുത. അവന് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഒരു കണ്ണുണ്ട്. അവനെ കൂടാതെ അയാളുടെ വക്കീലും മക്കളും ഒരിക്കൽ എന്നെ ഭീഷണിപ്പെടുത്തിയതാണ്. അവരുടെ കയ്യിൽ നമ്മുടെ കുഞ്ഞിന്റെ ജീവന് ആപത്തുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് പിന്നെ അവരുടെ വഴിയെ പോവാതിരുന്നത്. പക്ഷെ നമ്മുടെ നിത, അവൾ ശക്തമായി പൊരുതി. തോറ്റുപോയില്ലേ? അവളുടെ ജീവൻ പോയി. ഇപ്പോ എന്റെയും പോകാൻ പോകുന്നു. അവള് പോയതിൽ പിന്നെ എന്റെ ആരോഗ്യം വഷളായിരുന്നു. അതാണ് ഞാൻ കുറച്ചു ദിവസം മാറി നിന്നത്. ആ വക്കീലിന്റെ മകനാണ് വിപിൻ. നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരാളാണ്. അവൻ എന്തോ എന്റെ ഭക്ഷണത്തിൽ കലക്കുന്നുണ്ട്. അത് ഞാൻ ആ സന്തോഷ് ഡോക്ടറോട് പറഞ്ഞതാണ്. അദ്ദേഹം നോക്കുന്ന സമയത്ത് കൈവിട്ടു പോയിരുന്നു. ഞാൻ എന്തായാലും മരിക്കും. നമ്മുടെ സ്വത്തിനെയും കുടുംബത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അവരെ വെറുതെ വിടരുത്. സന്തോഷ് ഡോക്ടർ ആ കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് വാക്ക് തന്നിരുന്നു. ഒരിക്കൽ അവൾ നമ്മളെ തേടി വരും. അവളെ എല്ലാം ഏൽപ്പിക്കണം. അവൾ നോക്കും. കാരണം അവളുടെ ഉള്ളിൽ എന്റെ നിതക്കുട്ടിയുണ്ട്. അവൾക്ക് നമ്മളെ വിട്ടു പോകാൻ കഴിയില്ല. നമ്മുടെ കണ്ണ് എപ്പോഴും ആ കുഞ്ഞിന്റെ മേലെ ഉണ്ടാവണം. ഇന്ദുവിനെ കൊണ്ട് അവളെ നോക്കാൻ പറയണം. എല്ലാം നോക്കിക്കോണേ കുഞ്ഞെ. അലക്സെ, നമ്മുടെ അപ്പനുണ്ടാക്കിയതാണെല്ലാം. വേറെ ഒരുത്തനും കയറി നിറങ്ങാൻ അനുവദിക്കരുത്. എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. സസ്നേഹം, എബ്രഹാം. അലക്സ് ആകെ തളർന്നുപോയി. തേജു അപ്പോഴും ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു നിന്നത്. ഒരിക്കലും ഈ സ്വത്ത് അവർക്ക് കിട്ടില്ലപ്പാ. ഇത് നിത തരുന്ന വാക്കാണ്.